law of radioactive decay. റേഡിയോ ആക്ടിവിറ്റി എന്താണ് എന്നും അത് ഏതൊക്കെ തരമുണ്ടെന്നും നമ്മൾ പരിചയപ്പെട്ടു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്കേ. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്കേ എന്നുള്ളൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ലോ, ഈ ലോ പ്രകാരം the rate of decay of radioactive nuclei at any instant, the rate of decay of radioactive nuclei at any instant is proportional to number of nuclei present at that instant. ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്കേ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ലോ, ഈ ലോ പ്രകാരം ദ റേറ്റ് ഓഫ് ഡിക്കേ, അല്ലെ ആ ഡിക്കേ സംഭവിക്കുന്ന റേറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഡിക്കേ സംഭവിക്കുന്ന റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസൻറ്റ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ആ സമയത്തുള്ള ന്യൂക്ലിയയുടെ നമ്പറുമായിട്ട് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് മൈനസ് സൈൻ. എന്തുകൊണ്ട് മൈനസ് സൈൻ വന്നു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ? ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ മൈനസ് സൈൻ വരാൻ കാരണം ഇറ്റ്സ് എ ഡിസിൻറ്റഗ്രേഷൻ, കുറയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് മൈനസ് ഡി എൻ ബൈ ഡി ടി. ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ഡിക്കേ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. എൻ മീൻസ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസൻറ്റ് അറ്റ് ദാറ്റ് ടൈം. മൈനസ് ഡി എൻ ബൈ ഡി ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. minus dn by dt equal to lambda n. Lambda is known as decay constant. ലാംഡേനെയാണ് എന്തറിയപ്പെടുന്നത്? decay constant എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. dn by n equal to ആ മൈനസ് ഇപ്പുറത്തോട്ട് മാറി മൈനസ് ലാംഡ ഡി ടി. നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാക്കി. ദിസ് ഈസ് ദ ഇക്വേഷൻ. അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ ഡി ടി ഇങ്ങോട്ടും ഈ എൻ ഇപ്പുറത്തേക്കും എടുത്തു, മൈനസ് അപ്പുറത്തോട്ട് കൊണ്ടുപോയി. സോ ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ലാംഡ ഡി ടി ബൈ ഇൻറ്റഗ്രേറ്റിംഗ് ലോഗ് എൻ ടു ദ ബേസ് ഇ ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് സി. സി ഈസ് കോൾഡ് ഡിസ്ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഇനീഷ്യലി ഇനി നമ്മൾ അതിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണ്. ഇത്ര വരെ എടുത്തതിന് ശേഷം കണ്ടീഷനിലേക്ക് പോവാണ്. ഇനീഷ്യലി ടി ഈക്വൽ ടു 0. ഇനീഷ്യലി എത്രയാണുള്ളത്? ടി ഈക്വൽ ടു 0 ആണ്. ടി ഈക്വൽ ടു 0. ആ കണ്ടീഷനിൽ എൻ ബിക്കംസ് എൻ 0. എത്രയുണ്ട്? എൻ 0 ഉള്ളൂ, വളരെ കുറച്ച്. എൻ 0 ബിഗിനിങ്ങിലെ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഇൻ ദ ബിഗിനിങ് എൻ 0. എപ്പോൾ? ടി ബിക്കം 0 ആയപ്പോൾ ഇനീഷ്യലി. സോ നമ്മൾ ഈ ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുന്നു. ലോഗ് എന്നിന് പകരം എൻ 0 ഈക്വൽ ടു ടി 0 ആകുമ്പോൾ ദിസ് ടേം വിൽ ബി 0 ലാംഡ ഇൻറ്റു 0 പ്ലസ് സി. സി മീൻസ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ലോഗ് എൻ 0 ടു ദ ബേസ് ഇ ഈക്വൽ ടു സി എന്ന് കിട്ടി. സി ഈക്വൽ ടു ലോഗ് എൻ 0 ടു ദ ബേസ് ഇ എന്ന് കിട്ടി. ഇത് നമ്മൾ ഇക്വേഷനിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലോഗ് ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലോഗ് എൻ ടു ദ ബേസ് ഇ ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് സി കിട്ടിയിട്ടുണ്ട്, നമുക്ക് വെച്ചു. ഈ ടേമിന് ഇപ്പുറത്തോട്ട് എടുത്തു. സോ ദിസ് ഇക്വേഷൻ വിൽ ബി ലോഗ് എൻ ടു ദ ബേസ് ഇ മൈനസ് ലോഗ് എൻ 0 ടു ദ ബേസ് ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. സോ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിപ്പോൾ ലോഗ് എൻ ബൈ എൻ 0 ടു ദ ബേസ് ഇ ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ദെൻ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോണൻഷ്യൽ എടുത്തു, അപ്ലൈയിങ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സോ വി ഗെറ്റ് എൻ ബൈ എൻ 0 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി. സോ എൻ ഈക്വൽ ടു ദിസ് ടൈം വിൽ മൂവ് ടു ദ റൈറ്റ്. n equal to n0 e raised to minus lambda t. This is the equation for law of radioactive decay. നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. The decay of radioactive substance is exponential. അല്ലെ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു തുടക്കത്തിൽ ഈ റേഡിയോ ആക്റ്റീവ് ഡിക്കേ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സ്പീഡാണ്. ബട്ട് ടൈം പോകുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്ത് വരുന്നു? വളരെ സ്ലോ ആയി ഇൻഫൈനൈറ്റ് time is taken to complete it. That's why we conclude that the decay of radioactive substance is exponential. ഇതിന് എക്സ്പോണൻഷ്യൽ ഇൻഫൈനൈറ്റ് ടൈം എടുക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ എടുത്തിരിക്കുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ നിർത്തിയിട്ട്
സി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തു. ദാറ്റ് മീൻസ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഇനീഷ്യലി അത് എത്രയായി മാറുന്നു? n0. എപ്പോൾ ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ t = 0 കണ്ടീഷനിൽ, സ്റ്റോപ്പ് വാച്ച് 0-ൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. t = 0 കണ്ടീഷനിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. സോ വി ഗെറ്റ് ദ റിസൾട്ട് c = log n0 to the base e. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദിസ് ടേം ഇപ്പുറത്തോട്ട് എടുത്തു, മൈനസ് ആയി മാറി. സോ ദിസ് ഈസ് ലൈക്ക് ദിസ്. ദെൻ റൈറ്റ്, ദിസ് ഈസ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്കേ. നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡിക്കേയിൽ ലാംഡ എന്നുള്ളൊരു ക്വാണ്ടിറ്റിയെ പറ്റി പറഞ്ഞു. ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞു ഇറ്റ് ഈസ് ഡിക്കേ കോൺസ്റ്റൻറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ഡിക്കേ കോൺസ്റ്റൻറ്റ്. ആ ഡിക്കേ കോൺസ്റ്റൻറ്റിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണ്. വാട്ട് ഈസ് ഡിക്കേ കോൺസ്റ്റൻറ്റ്? ക്യാൻ ബി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ലാംഡ. നമുക്ക് റേഡിയോ ആക്റ്റീവ് ലോ പ്രകാരം n = n0 e⁻⁻ λt എന്നാണ് കിട്ടിയിരിക്കുന്നത്. n = n0 e⁻⁻ λt. പുട്ടിങ് t = 1/λ, റെസിപ്രോക്കൽ ഓഫ് ലാംഡ കൊടുത്തു. t = 1/λ എന്ന് കൊടുത്തു. ലാംഡ = 1/t. ദാറ്റ് മീൻസ് t = ഡിക്കേ കോൺസ്റ്റൻറ്റ് റെസിപ്രോക്കൽ കൊടുത്തു. സോ ഇക്വേഷൻ വിൽ ബി n = n0 e⁻⁻λ. ടിയുടെ സ്ഥാനത്ത് 1/λ. ലാംഡ ക്യാൻസൽ ഔട്ട്. സോ n = n0 e⁻⁻1. n = n0 e⁻⁻1. n = n0 ഈ താഴേക്ക് വന്നു. ഈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2.718. n = n0 ഡിവൈഡഡ് ബൈ 2.718. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2.718. നമുക്കറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്. 0.368 n0 എന്ന് കിട്ടി. n = 0.368 n0 എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ പറയുകയാണ് റേഡിയോ ആക്റ്റീവ് ഡിക്കേ കോൺസ്റ്റൻറ്റ് ലാംഡ എന്ന് പറഞ്ഞാൽ, റേഡിയോ ആക്റ്റീവ് ഡിക്കേ കോൺസ്റ്റൻറ്റ് ലാംഡ may be defined as the reciprocal of the തലതിരിച്ചിടണം of the ടൈമിൻ്റെ റെസിപ്രോക്കൽ. ദാറ്റ് മീൻസ് ലാംഡ = 1/t അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. റെസിപ്രോക്കൽ ഓഫ് ദ ടൈം ഡ്യൂറിങ് വിച്ച്, ആ ടൈമിൻ്റെ പ്രത്യേകത എന്താ? ഡ്യൂറിങ് വിച്ച് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് reduces to 36.8% of initial number. ഇതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ ദിസ് വിൽ ബി 36.8% ഓഫ് ഇനീഷ്യൽ നമ്പർ. റേഡിയോ ആക്റ്റീവ് ഡിക്കേ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ, റേഡിയോ ആക്റ്റീവ് ഡിക്കേ കോൺസ്റ്റൻറ്റ് ലാംഡ എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം. ടൈമിൻ്റെ റെസിപ്രോക്കൽ. എപ്പോഴത്തെ ആ ടൈമിൽ എന്താ ഉണ്ടാവുന്നത്? ആ ടൈമിൽ ഡ്യൂറിങ് വിച്ച് number of atoms in a radioactive substance reduces to, ആ ടൈമിലാണ് നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് റെഡ്യൂസ് ചെയ്തിട്ട് ഇനീഷ്യൽ നമ്പറിൻ്റെ 36.8% ആയി മാറിയത്. ഡിക്കേ റേറ്റിനെ പറ്റി അടുത്ത് പറയുന്നു. സോ നമ്മൾ ഡിക്കേ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇത്രയും ആവാനെടുക്കുന്ന ടൈം എത്രയാണ്? ടി ആണ്. ആ ടൈമിൻ്റെ റെസിപ്രോക്കലിനെ പറയുന്ന പേരാണ് ലാംഡ എന്ന് പറഞ്ഞു. n0 n 36.8% ഓഫ് ഇനീഷ്യൽ ആവാൻ എടുക്കുന്ന സമയത്തിൻ്റെ റെസിപ്രോക്കൽ. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ഡിക്കേ കോൺസ്റ്റൻറ്റ്. ദെൻ ഡിക്കേ റേറ്റ് ആർ ഓഫ് എ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റിംഗ് പെർ യൂണിറ്റ് ടൈം ആർ = -dn/dt. ഈ ഇക്വേഷൻ, ദിസ് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റിയുടെ ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ ഈസ് ഡിഫറൻഷിയേറ്റിംഗ്. സോ വി ഗെറ്റ് n0 ലാംഡ അല്ലേ? ഈ ഇക്വേഷൻ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -dn/dt n0 നമുക്ക് കിട്ടുന്നു. n0 ലാംഡ എന്ന് കിട്ടുന്നു. സോ അതിൽ r0 = ലാംഡ n0 എന്നാണ്. r0 = ലാംഡ n0 എന്നാണ്. സോ r = r0 e⁻⁻λt എന്നാണ്. വൺസ് അഗെയിൻ ശ്രദ്ധിക്കണം, r = -dn/dt എന്നാണ്. r = -dn/dt എന്നാണ്. സോ ഈ ഇക്വേഷൻ നമ്മൾ
ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡി എൻ ബൈ ഡി ടി എന്നാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഡി എൻ ബൈ ഡി ടി, ഡി എൻ ബൈ ഡി ടി ദാറ്റ് ഈസ് ആർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് എടുത്തത്? ആർ. സോ ആർ ഈക്വൽ ടു ഇവിടെ കിട്ടുന്നത് ലാംഡ എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്നാണ്. അതിന് പകരമാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ആർ സീറോ ഈക്വൽ ടു ലാംഡ എൻ സീറോ. ലാംഡ എൻ സീറോ ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡിക്കേ റേറ്റ്. ദിസ് ഈസ് ഡിക്കേ റേറ്റ്. ആർ ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. This is decay rate. Our next topic is activity. Activity. The decay rate of a sample. The decay rate of a sample, it's rather than number of radioactive nuclei, is more direct experimentally measurable quantity. The decay rate of a sample rather than number of the radioactive nuclei, അല്ലെ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയയുടെ നമ്പറിനേക്കാൾ അതിൻ്റെ സ്പീഡ് എന്നുള്ളത് കൂടുതൽ ഡയറക്റ്റായിട്ട് എക്സ്പെരിമെൻ്റലി മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. അതിനെ അറിയപ്പെടുന്ന പേരാണ് ആക്ടിവിറ്റി. ദിസ് ഈസ് നോട്ട് ദ ഡിക്കേ റേറ്റ് ഓഫ് എ സാമ്പിൾ rather than number of radioactive nuclei. The decay rate of a sample is a more direct experimentally measurable quantity and is known as activity. അതിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. SI unit of activity is Becquerel's name of a scientist. That's SI unit of activity is Becquerel. Capital letter B, small letter Q കൊണ്ട് denote ചെയ്യുന്നു. It's a denotation for Becquerel. Another unit of radioactivity is Curie. 1 Curie equal to 1 Ci. This one is capital. Ci equal to 3.7 into 10 raised to 10 Becquerel. Comparison between Curie and Becquerel is there. 1 Curie equal to 3.7 into 10 raised to 10 Becquerel. This is activity and unit of activity, and another unit for activity and comparison with both units. Half life. റേഡിയോ ആക്ടിവിറ്റിയും റേഡിയോ ആക്റ്റീവ് ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഹാഫ് ലൈഫ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് ഇറ്റ്സ് എ ടൈം. ഹാഫ് ലൈഫ് ഈസ് എ ടൈം. ഇറ്റ്സ് എ സംതിങ് റിലേറ്റഡ് വിത്ത് എ ടൈം ഡ്യൂറിങ് വിച്ച് half the number of nuclei present initially in the sample of the element decay. ആദ്യം N0 ഉണ്ടായി എന്ന് വിചാരിക്കുക. ഒരു സാമ്പിളിൽ N0 എലമെൻ്റ് ഉണ്ടായി. ആ N0/2, അതായത് ആദ്യം ഉണ്ടായതിൻ്റെ പകുതി ആവാൻ എടുക്കുന്ന സമയത്തിനെ പറയുന്ന പേരാണ് ഹാഫ് ലൈഫ്. അതിനെ പറയുന്ന പേരാണ് ഹാഫ് ലൈഫ്. വൺസ് അഗെയിൻ നമുക്കൊന്ന് നോക്കാം. ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഡ്യൂറിങ് വിച്ച്. അപ്പോൾ ആദ്യം ഓർക്കണം, ഇറ്റ്സ് എ ടൈം ഡ്യൂറിങ് വിച്ച് half the number of nuclei present initially in the sample of element decay. During which half the number of nuclei present initially in the sample of the element decay. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇനീഷ്യലി N0 ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഇനീഷ്യലി N0 ഉണ്ടായിരുന്നു. അത് N0/2 ആവാൻ എടുത്ത സമയം. അല്ലെങ്കിൽ നമുക്ക് പറയാം ആദ്യം ഉണ്ടായതിൻ്റെ പകുതി ഡിക്കേ ചെയ്ത് പോകാനെടുത്ത സമയമെന്നോ അല്ലെങ്കിൽ ആദ്യമുണ്ടായതിൻ്റെ പകുതി ആകാനെടുത്ത സമയമെന്നോ പറയാം. പകുതി എന്ന് പറയുമ്പോൾ പകുതി ഡിക്കേ ചെയ്ത് പോയി, പകുതി അവശേഷിക്കുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റേഡിയോ ആക്റ്റീവ് ഡിക്കേയുടെ ഹാഫ് ലൈഫ് എന്നുള്ളത് പറയാൻ പറ്റും. ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്, അതിന് നമ്മൾ ടി ഹാഫ് അല്ലെ പകുതി ആവാൻ എടുക്കുന്ന സമയം, that is denoted by, represented by T half. So radioactive law-യിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. N equal to N0 e raised to minus lambda T at half life. That means T equal to T half. N equal to N0/2 അല്ലേ. ആദ്യം ഉണ്ടായത് N0 ആണ്, അതിൻ്റെ പകുതിയായി മാറുന്നു. So N becomes N0/2 equal to N0 e raised to minus T half. N0 cancel out. So 1/2 equal to e raised to minus lambda T half.
2 അതിനെ നമ്മൾ തിരിച്ചിട്ടപ്പോൾ മൈനസ് ബിക്കംസ് പ്ലസ് ആയി അല്ലേ, 1 എന്നായപ്പോൾ പ്ലസ് ആയി. ഇവിടെയും നമ്മൾ തിരിച്ചിട്ടു. 2 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് നമ്മൾ തിരിച്ചിട്ടുകൊണ്ട് പോയി ലാംഡ ടി ഹാഫ്. നമ്മൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ലോഗ് 2 to the base e equal to lambda t half. T half equal to half life equal to log 2 to the base e ഇത് സ്ക്വയർ അല്ലാടാ, log 2 to the base e എന്നാണ് ഡിവൈഡഡ് ബൈ ലാംഡ. ലോഗിനെ നമ്മൾ എന്ത് ചെയ്തു, 10ൻ്റെ ബേസിലേക്ക് ആക്കി മാറ്റി. സോ log 2 to the base 10 ഇൻറ്റു 2.30 കൊണ്ട് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ 10ൻ്റെ ബേസിലേക്ക് മാറ്റിയത്, ഡിവൈഡഡ് ബൈ ലാംഡ. ലോഗ് 2 to the base 10 എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ് 0.3010 ഇൻറ്റു ദിസ് വൺ ഡിവൈഡഡ് ബൈ ലാംഡ. സോ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ as ടി ഹാഫ് ഈക്വൽ ടു 0.6931 divided by lambda. Lambda is called decay constant or disintegration constant എന്നൊക്കെ നമുക്ക് പറയാം. So this is the expression for T half. T half means half life. Half lifeൻ്റെ എക്സ്പ്രഷൻ ആണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഹാഫ് ലൈഫ്? ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് വരെ എത്തിയിരിക്കും. റേഡിയോ ആക്ടിവിറ്റിയുടെ ഹാഫ് ലൈഫ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ആവറേജ് ലൈഫ്. ദാറ്റ്സ് അവർ നെക്സ്റ്റ് ടോപ്പിക്. ആവറേജ് ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ സിമ്പിളാണ്. ഒരു എലമെൻറ്റിലുള്ള ആകെ ന്യൂക്ലിയസിൻ്റെ ലൈഫ് ടൈം, ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ന്യൂക്ലിയസ് പ്രസൻറ്റ് ഇൻ ആൻ എലമെൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ദാറ്റ് ഈസ് ആവറേജ് ലൈഫ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ടോ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. ടോ ഈക്വൽ ടു ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ദ എത്രയുണ്ട് N0 ന്യൂക്ലിയൈ. എത്ര ന്യൂക്ലിയൈ ഉണ്ട്? N0 ഉണ്ട്. സോ all the lifetime of all the lifetime total lifetime of all nuclei പറഞ്ഞാൽ N0 nuclei divided by number എന്ന് പറഞ്ഞാൽ N0, total life of all the N0 nuclei divided by N0, that is equal to 1 by N0 integral 0 to N0 t dn. This is the total lifetime of all N0 nuclei. This one, this is N0. So we know that n equal to N0 e raised to lambda t according to എന്താണ് law of radioactivity. Integrate ചെയ്താൽ differentiation കൊടുത്താൽ dn equal to, not integration, it's differentiation, dn equal to minus lambda N0 e raised to lambda t dt. അവിടെ നമ്മൾ എടുത്തു വെച്ചു, ഡി എന്നിന് എടുത്തു വെച്ചു, റൈറ്റ്. ദെൻ എൻ ഈക്വൽ ടു N0 എപ്പോഴാ? ടി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എൻ ഈക്വൽ ടു 0 എപ്പോഴാ? ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ദിസ് ഇക്വേഷൻ ഈസ് റീറൈറ്റ് ഇറ്റ് ആസ് 1 by N0 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി മൈനസ് ലാംഡ N0 ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഡി ടി. ലാംഡ നമ്മൾ പുറത്തേക്ക് എടുത്തു, integral 0 to infinity t e raised to minus lambda t dt. കാരണം നമ്മളിതിനെ കറക്റ്റായിട്ട് എടുത്തു. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചു. ദിസ് ഈസ് ഇൻ ദ ഔട്ട് സൈഡ് ടി ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഡിവൈഡഡ് ബൈ മൈനസ് ലാംഡ 0 to infinity minus integral 0 to infinity e raised to minus lambda t divided by minus lambda dt. So this is equal to 0 plus this lambda is taken out, lambda by lambda, integral 0 to infinity e raised to minus lambda t dt. Then integral 0 to infinity e raised to minus lambda t dt. Then integration result ഇവിടെ അപ്ലൈ ചെയ്തു, ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഡിവൈഡഡ് ബൈ മൈനസ് ലാംഡ 0 ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ലാംഡ ഇൻറ്റു ഇ റൈസ് ടു, ഇതിന് വാല്യൂസ് കൊടുക്കുകയാണ്, മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു 0, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് 0, ഇ റൈസ് ടു 0 ഈസ് 1. സോ വി ഗെറ്റ് ടോ ഈക്വൽ ടു 1 ബൈ ലാംഡ, ദിസ് മൈനസ് cancel out, tau equal to 1 by lambda.
So this is our expression, tau equal to 1 by lambda. We already studied t half equal to 0.6931 divided by lambda. 1 by lambda equal to tau. So this equation will be 0.693 tau എന്നായി മാറി, കാരണം 1 by lambda equal to tau എന്നാണ്. So tau equal to t half divided by 0.693. So tau equal to 1.44 t half എന്നാണ് വരുന്നത്. tau equal to 1.44 t half. This is the equation and relation between tau and this is the equation, tau equal to 1 by lambda, reciprocal of decay constant. This is the relation between half life and average life. Tau is the average life, equal to 1.44 into t half. T half is the half life. That's all.